ഈ മനോഹരമായ സന്ധ്യയിൽ, ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസം, നമുക്ക് ഒരുമിച്ച് വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവ വചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളായിരുന്ന പലയിടങ്ങളിൽ, പല അവസ്ഥകളിൽ ദൈവം നമ്മെ സൂക്ഷിച്ചു. ഉത്സവങ്ങൾ ലോകത്തിൻ്റെത് ഓരോന്നോരോന്നായിട്ട് അവസാനിച്ചും മാറിയുമൊക്കെ വരുന്നു. എന്നാൽ നമ്മുടെ ഉത്സവത്തിന്, ആ ഉത്സവ പ്രതീതിക്ക് കുറവ് വരാതെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉല്ലാസത്തോടെ, ജയഘോഷത്തോടെ, സ്തോത്രം, പിന്നെയും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. അതിലുപരി നമ്മുടെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടാതെ നിലനിൽക്കുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്നത് വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളാണല്ലോ. ഈ പഠനത്തിൽ പങ്കാളികളാകുന്ന, നേരിട്ടും അല്ലാതെയും എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമ്മോടൊപ്പം പങ്കാളികളാകുന്ന, അതിനുശേഷം പല മാധ്യമങ്ങളിലൂടെ ഇത് കേൾക്കുന്ന, പഠിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെ പിന്നെയും അറിയിക്കുന്നു. വെളിപ്പാട് 4ഉം 5ഉം അധ്യായങ്ങളിൽ ഭാവികാല സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ തയ്യാറെടുപ്പ് നമുക്ക് കാണാം. പക്ഷെ ആ 2 അധ്യായങ്ങളിലും നമ്മുടെ ശ്രദ്ധ ഏറ്റവും അധികം ആകർഷിക്കുന്ന 2 വ്യക്തികളുണ്ട്. സ്വർഗസ്ഥനായ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ പിതാവും, 2 അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ ക്രിസ്തുവും. നമ്മുടെ മാത്രമല്ല, സ്വർഗീയ ജീവികളുടെയും ശ്രദ്ധാകേന്ദ്രം അവർ 2 തന്നെയാണ്. ക്രിസ്റ്റീന റോസറ്റി എന്ന് പറയുന്ന ഒരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, സ്വർഗം സംഗീതത്തിന്റെ, അതായത് പ്രത്യേകിച്ച് ഭൂവാസികൾക്ക് സംഗീതത്തിന്റെ മാതൃഭൂമിയാണ് എന്നാണ്. സ്വർഗം ഭൂവാസികൾക്ക് സംഗീതത്തിന്റെ മാതൃഭൂമിയാണെന്ന്. സ്വർഗത്തിൽ സദാ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം സംഗീതത്തിൻ്റെതാണ്. എന്ത് സംഗീതമാ? സ്തുതിഗീതം, സ്തോത്രം. അവിടെ വേറെ ഒന്നും പാടുവാനായിട്ടില്ല. സ്തോത്രം. ദൈവസ്തുതികൾ, ആ സ്തുതിയുടെ ശബ്ദം കൊണ്ട് മുഖരിതമാണ് സ്വർഗം. 24 മൂപ്പന്മാരും 4 ജീവികളും, അതായത് കെരൂബുകളും സാറാഫുകളും ദൂതന്മാരും എല്ലാവരും ഈ സംഗീതത്തിൽ പങ്കുചേരുന്നു. ആകപ്പാടെ ഈ ഒരു സംഗീത സാന്ദ്രമാണ് സ്വർഗം. പിതാവായ ദൈവത്തിനും കുഞ്ഞാടായ ക്രിസ്തുവിനും മഹത്വമർപ്പിക്കുന്ന, പിതാവായ ദൈവവും കുഞ്ഞാടായ ക്രിസ്തുവും ആളത്വത്തിൽ
എന്താണെന്ന് അവരുടെ ആളത്വത്തെ വെളിപ്പെടുത്തുന്ന, വിളംബരം ചെയ്യുന്ന, പിതാവായ ദൈവത്തിൻ്റെയും കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെയും പ്രവർത്തികൾ എന്തെന്ന്, ആ പ്രവർത്തികൾ നിമിത്തം അവരെ മഹത്വപ്പെടുത്തുന്ന സംഗീത സാന്ദ്രമായ സ്വർഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പിതാവ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവർ പിതാവിനെ വാഴ്ത്തുന്നുണ്ട്. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ നാം അതാണ് കാണുന്നത്. കുഞ്ഞാട് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിനെ വാഴ്ത്തുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ അതാണ് വെളിപ്പെടുക. അപ്പൊ സ്വർഗത്തിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അവിടുത്തെ ബിസിനസ് എന്താണെന്ന്, നമ്മളും അവിടെ എത്തിയാൽ ഏർപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ 2 അധ്യായങ്ങളിലെ പഠനം കൊണ്ട് തന്നെ മനസ്സിലാവും. നമുക്കിതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ അവിടെ വേറെ ഒരു കാര്യമില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ട് കുശലം പറയാനും, നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴേ ചില സ്തോത്രകാഴ്ചയുടെ സമയത്തും വിശുദ്ധ വിമർശന സമയത്തും ഒക്കെ ഒന്നും പുറത്തോട്ട് പോകത്തില്ലേ? ആ നേരം കൊണ്ട് പോലും ഇരുന്ന് കുശലം പറയും. ചിലർ അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുക ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ. പല പ്രാവശ്യം ചോദിക്കാൻ പകുതി വരെ ഒന്ന് ആഞ്ഞു. അപ്പോഴാണ് പാസ്റ്ററോ ആരെങ്കിലും കാണും, പിന്നെ അങ്ങ് വിഴുങ്ങി. ഇതുപോലെ സ്വർഗത്തിൽ പിന്നെ മാറി നിൽക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. ഒളിഞ്ഞു നിൽക്കാൻ വേണമെങ്കിൽ ജീവവൃക്ഷത്തിന്റെ തണലുമുണ്ട്. അപ്പൊ അവിടൊക്കെ പോയിരുന്ന് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഇല്ലില്ലില്ല, നടക്കത്തില്ല. നോ അതർ ബിസിനസ് ഈവൻ ഫോർ us to engage in. സ്വർഗത്തിലെത്തിയാൽ നമുക്കും ഏർപ്പെടാൻ വേറെ ഒരു പരിപാടിയില്ല. സ്തോത്രം. നമുക്കാകെ കൂടെ എന്തിനേറെ പറയുന്നു, അവിടെ പോയി സാക്ഷ്യയോഗമൊന്നുമില്ല അവിടെ. നമ്മൾ ഇവിടുത്തെ പോലെ ഞാൻ കർത്താവിന് വേണ്ടി സഹിച്ചു. ഇതൊക്കെ ന്യായവിധിയുടെ സമയത്ത് നമ്മൾക്ക് ഓരോ പൊൻതൂവലുകളായി, ഗോൾഡൻ ഫെതേഴ്സായി, പൊൻതൂവലുകളായി കർത്താവ് അതൊക്കെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തും. ആ ഒരു 7 വർഷം ന്യായവിധിയുടെ പ്രതിഫല വിഭജനത്തിനായിട്ടുള്ള ആ ഒരു 7 വർഷം നമ്മൾ സഹിച്ചതും നമ്മൾ ചെയ്തതും നമ്മൾ നഷ്ടപ്പെടുത്തിയതും കാര്യങ്ങളൊക്കെ കർത്താവ് പിതാവിൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും മുൻപിൽ വെളിപ്പെടുത്തും. അതല്ലാതെ സ്വർഗത്തിൽ നമ്മൾ സഹിച്ചതും നമ്മൾ ചെലവിട്ടതും നമുക്ക് ലഭിച്ചതും ഇതെല്ലാം കൂടെ പറയാനും സാക്ഷിക്കാനും ഒന്നുമുള്ള സ്ഥലവും സമയവുമല്ല. അവിടെ നമ്മളതെല്ലാം മറക്കും. നമ്മൾ ഒത്തിരി സഹിച്ചിട്ടുണ്ടാവാം, കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകാം, ഒക്കെ ശരിയാ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പം ഇതൊന്നും പറയാൻ നമുക്ക് തോന്നുകയേയില്ല. കാരണം നിങ്ങളും കൊണ്ടൊന്ന് പോരെ. രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖം കർത്താവിനോട് ചേർന്നിരിക്കുകയും ചെയ്യും. ഓക്കെ.
അതൊരു ഭാഗമാണ്. വേറെ എന്തെങ്കിലും? വിചാരവികാരങ്ങളൊന്നും കാണത്തില്ല. തീർച്ചയായിട്ടും ഉണ്ട്. വിചാരങ്ങളുണ്ട് അവിടെ. വികാരം നമുക്കവിടെ ഇല്ലെങ്കിൽ സന്തോഷം തോന്നത്തില്ല, സ്നേഹം തോന്നത്തില്ല. വിചാരങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്ത് അവന് സ്തുതികരയും. വെരി ഗുഡ്. ഓഫ് കോഴ്സ് we will be captivated by his presence and the beauty of his holiness, certainly. അതിൽ നമ്മൾ സഹിച്ചതും നമ്മൾ ചെയ്തതും നമ്മൾ ത്യജിച്ചതും ഒക്കെ ഇനി അവിടെ ഒരു സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ സഭായോഗം പോലെ അവിടെയും നമുക്ക് സാക്ഷ്യം പറയാനുണ്ടെന്നിരിക്കട്ടെ. എന്നാൽ പോലും ഒന്ന് പറ മാത്തിക്കുട്ടി ബ്രദറെ എന്ന് പറഞ്ഞാലും മിണ്ടത്തില്ല. മിണ്ടാതിരിക്കാൻ എന്താ കാരണം? അങ്കിൾ പറഞ്ഞു തന്നെ, ഇത്ര വലിയ മഹത്വത്തെ ഉപേക്ഷിച്ചിട്ട് താണ ഭൂമിയിലേക്ക് വന്ന കർത്താവിന്റെ മുമ്പിൽ നിന്നോണ്ട നമ്മൾ ഏതാണ്ട് തേഞ്ഞു തീർന്ന ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട കാര്യം പറയാൻ പോന്നെ. സ്തോത്രം. ചില ആൾക്കാരുണ്ട്, ഏതായാലും വണ്ടിക്ക് ഇൻഷുർ ചെയ്തേ പറ്റുള്ളല്ലോ. വണ്ടി കള്ളൻ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു, അതിനെക്കുറിച്ച് അവർക്ക് ഒരു ബോധറേഷനും ഇല്ല, ഒരു പ്രയാസം അവർക്ക് തോന്നുന്നില്ല. കാരണം നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം വിലയും അല്ലെങ്കിൽ നഷ്ടപരിഹാരവും ഒക്കെ ലഭിക്കാൻ പോകുന്നു. ഇവിടെ നാം നഷ്ടപ്പെടുത്തിയതിന്റെ അനേക മടങ്ങ് തേജസ് പ്രാപിച്ചവരായി നിത്യതയിൽ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ സഹിച്ചതിനെ കുറിച്ചൊന്നും പറയാൻ തോന്നില്ല. സ്തോത്രം. CT സ്റ്റഡ് പറഞ്ഞതുപോലെ, ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന്റെ മുമ്പിൽ ഞാൻ ഇനി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു ത്യാഗമേ അല്ല. സ്തോത്രം. അതാണ് അവിടെ നമുക്കൊരു അവസരം സാക്ഷിക്കാൻ വേണ്ടി കിട്ടിയാൽ പോലും നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഒന്നും പറയാത്തത്. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞ 2-3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ വേറെ ഒന്നിനും മുതിരാതെ അവിടെ നടന്നു വരുന്ന കാര്യത്തിൽ തന്നെ പങ്കുചേർന്ന് പോകുന്നത്. അവിടെ നടന്നു വരുന്ന കാര്യം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ നടുവിലെ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന പിതാവായ ദൈവത്തെയും അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ ക്രിസ്തുവിനെയും പ്രകീർത്തിക്കുന്നത്, അവർ എന്ത് ചെയ്തു എന്ന് വർണ്ണിക്കുന്നത്. ആവർത്തിച്ച് പറയട്ടെ, ആരാധനകളിൽ, സ്തുതിഗീതങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളാണ് ദൈവം ആര്, 2 ദൈവം എന്ത് ചെയ്തിരിക്കുന്നു. The person of God and the work of God. സ്തോത്രം.
ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നാം ഓർക്കുകയും ദൈവത്തോട് അത് ഏറ്റുപറയുകയും വേണം. സ്തോത്രം. 4-ന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4:11, 4:11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചായിരുന്നു 5 കാര്യങ്ങൾ അവർ ഏറ്റുപറയുന്നു. അതെല്ലാം ദൈവം ആര് എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച 11-ാമത്തെ വാക്യത്തിൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആളത്വമാണ് 8-9 വാക്യങ്ങളിലെ സ്തുതിയുടെ വിഷയം. 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് സ്തുതിയുടെ വിഷയം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 2 കാര്യങ്ങൾ, ദൈവം ആര്, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി. The person of God and the work of God. These are the major things we need to praise our Lord for. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് വ്യക്തമായിരിക്കുന്നെന്ന് ഞാൻ കരുതട്ടെ. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നുമില്ല. ശരി. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം ഈ 2 കാര്യങ്ങൾ. ദൈവം ആര്, 2 ദൈവം എന്ത് ചെയ്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം ചെയ്തതിൽ ഒന്നാമത്തെ പ്രവൃത്തി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി വീണ്ടെടുപ്പ്. ഏറ്റവും ഒന്നാമത്തേത്, ഏറ്റവും ആദ്യത്തേത് ദൈവപ്രവൃത്തികളിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. ക്രിയേഷൻ ഓഫ് ദി യൂണിവേഴ്സ്. രണ്ടാമത്തേത് കൊടുന്ന് വന്നാട്ടെ. റിഡംഷൻ ഓഫ് ദി എൻറ്റയർ ക്രിയേഷൻ. അതാണ് നാം 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. അതിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 9-ഉം 10-ഉം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടും. സ്തോത്രം. ഇവിടെ കുഞ്ഞാട് ചെയ്ത കാര്യമാണ്. അപ്പോൾ 1-ാം ഭാഗം സൃഷ്ടിപ്പ്, 2-ാം ഭാഗം വീണ്ടെടുപ്പ്. ഈ 2 പ്രവൃത്തികൾ, ഇതുപോലെയുള്ള മറ്റനേകം പ്രവൃത്തികൾ ദൈവം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അവകളാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനായി നമുക്ക് പ്രേരകം.
നമുക്ക് പ്രേരകം. ഇത്രയും വ്യക്തമാണല്ലോ. ഇനി നമുക്ക് 4ഉം 5ഉം അധ്യായങ്ങൾ ഈ സ്തുതി ആരാധന എന്ന വിഷയത്തിൽ ഒരുമിച്ച് ഒന്ന് നോക്കി അങ്ങ് പോകാം. അപ്പോൾ 5ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം നമ്മൾ കൈകാര്യം ചെയ്യത്തില്ല. അതിനു പകരം ഇപ്പോൾ അങ്ങ് നോക്കുക. 4-8 മുതൽക്കുള്ള വാക്യങ്ങളിൽ ഇതിന് സമാന്തരമായി നിൽക്കുന്ന ഭാഗങ്ങളാണ് 5ാം അധ്യായത്തിന്റെയും 6 മുതൽക്കുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് 8 തൊട്ടുള്ള വാക്യം. അത് നമ്മൾ ഒരുമിച്ചങ്ങ് എടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ കണ്ടു ഈ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഭൂവാസികൾക്ക് സ്വർഗീയ സംഗീതത്തിന്റെ മാതൃഭൂമിയാണ് സ്വർഗമെന്ന്. അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്വർഗത്തിലെ ജീവികൾ നമ്മുടെയൊക്കെ സൃഷ്ടിക്ക് പോലും മുമ്പ് മുതൽ, എത്ര മുമ്പാണെന്ന് നമുക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപ് മുതൽ ഈ സ്വർഗീയ ജീവികൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് 24 മണിക്കൂറും രാപ്പകലുകൾ ഭേദമില്ലാതെ ഇപ്പോഴും തുടരുന്നു. ആ ജീവികളുടെ സ്തുതി, അല്ലെങ്കിൽ അവരുടെ സ്തുതിയോടൊപ്പം പിന്നീട് നാം കാണുന്നത് 24 മൂപ്പന്മാർ കൂടുന്നതായിട്ടാണ്. ആ 24 മൂപ്പന്മാരുടെ സ്തുതികളോടുകൂടെ നാം പിന്നീട് കണ്ടാൽ മനസ്സിലാക്കുന്നത് പ്രപഞ്ചവും ആ സ്തുതിഗീതത്തിൽ പങ്കുചേരുന്നുവെന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? 1-ാം ഭാഗത്തിൽ സ്വർഗീയ ജീവികൾ, 2 24 മൂപ്പന്മാർ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യകുലവും ആ ദൈവസ്തുതിയിൽ പങ്കാളികളാകുന്നു. അപ്പം സ്വർഗീയ ജീവികളും 24 മൂപ്പന്മാരുമായി. അതുകൊണ്ടും ദൈവസ്തുതികൾ തീരുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. അത് പ്രപഞ്ചഗാനമായിട്ട് മാറുകയവൻ. മുഴു സൃഷ്ടികളും അത് ഏറ്റെടുക്കുന്നു. അതും എങ്ങനെയാണ് എന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ കണ്ടു, സ്വർഗീയ ജീവികളും 24 മൂപ്പന്മാരും ആ സ്തുതിയിൽ പങ്കെടുക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോഴാണ് വീണ്ടും നാം കാണുന്നത്, 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്പം വായിച്ചായിരുന്നു, പുതിയ പാട്ട്. പിന്നെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, സ്വർഗീയ ജീവികളും മൂപ്പന്മാരും കൂടെ കർത്താവിനെ പാടുന്നു. നാം 11, 12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മാലാഖമാർ അതിൽ അവരോടൊപ്പം ചേരുന്നു. ഒടുവിൽ അതിന്റെ 11 തൊട്ട് 14 വരെ നമ്മൾ കാണുന്നത് പ്രപഞ്ചം മുഴുവനും ആ സ്തുതി, ആ കൊയറിൽ പങ്കാളിത്വമുള്ളവരാകുന്നു എന്നാണ്. കൂടെ വരാൻ പ്രയാസമില്ലല്ലോ. 1-ാം ഭാഗം 4 ജീവികൾ, അല്ലെങ്കിൽ സ്വർഗീയ ജീവികൾ, അതിന് നിയമിക്കപ്പെട്ട ആ ഒരു വിഭാഗം, അത് വീണ്ടും പടരുന്നു. എവിടേക്ക്? വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരിലേക്ക്.
24 മൂപ്പന്മാർ. അവരോടൊപ്പം എണ്ണമറ്റ ദൂതന്മാർ പങ്കാളികളാകുന്നതായി നാം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. സ്തോത്രം. മുഴുപ്രപഞ്ചവും കൂടെ കർത്താവിനെ പാടി സ്തുതിക്കുന്നു എന്നാണ് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 5-ാം അധ്യായത്തിൽ കാണുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? സ്തോത്രം. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം, സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ മഹത്വമാണ്. ഈ പറഞ്ഞതുപോലെ തന്റെ ആളത്വത്തിലും തന്റെ പ്രവൃത്തിയിലും. സ്തോത്രം. Yes, this is the universal adoration of the Lamb of God. സ്തോത്രം. അഞ്ചിന്റെ 13-ാമത്തെ വാക്യം, 5:13. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സകല സൃഷ്ടികളും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അതുകൊണ്ട് വിശദീകരണം വേണ്ട എന്നാണ് കരുതുന്നത്. വീണ്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പദപ്രയോഗം ഞാൻ ആവർത്തിക്കുന്നു. Our God is a universal God. സ്തോത്രം. നമ്മുടെ ദൈവം ഒരു സാർവത്രികനായ ദൈവമാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല. ഏതെങ്കിലും ഒരു ഭാഷാ വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ട ദൈവമല്ല. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും അവനെ വണങ്ങുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ സകല സൃഷ്ടികളും സ്തുതിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുവാൻ എന്താണ് കാരണം? Because he is worthy. How he is worthy, how his worthiness is demonstrated, displayed. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. സ്തോത്രം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലെ ഒരു പ്രധാന കാര്യമാണ് യു ആർ വർതി. നീ യോഗ്യൻ, നീ യോഗ്യൻ. എന്തിനൊക്കെ യോഗ്യനാണ് കർത്താവ്? സ്തോത്രം. ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം, ഇവയെല്ലാം ഇവയെല്ലാം സ്വീകരിക്കുവാൻ. അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം പിന്നീട്. അപ്പൊ ഇതെല്ലാം സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് യോഗ്യനാണ്.
പിന്നെന്തിന് യോഗ്യനാ? To take the scroll, to open its seal. പിതാവിന്റെ പക്കൽ നിന്ന് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനും നീ യോഗ്യനാണ്. പിന്നെ 12th verse, to receive power and wealth and wisdom and strength and honor and glory and praise. ഇവയെല്ലാം സ്വീകരിക്കുവാൻ കുഞ്ഞാട് യോഗ്യനാണ്. സ്തോത്രം. അപ്പോൾ ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ യോഗ്യതകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇവിടെ കുഞ്ഞാടിനെ ആരാധിക്കുന്നു. സോ ദ വർഷിപ്പ് ഓഫ് ദ lamb introduced and instituted here in this chapter. കുഞ്ഞാടിന്റെ ആരാധനയെ നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 5-ാം അധ്യായത്തിൽ സാർവത്രികമായി കുഞ്ഞാടിന്റെ ആരാധന ആരംഭിക്കുകയും ചെയ്യും. സ്തോത്രം. Introduced and instituted the worship of the lamb. സ്തോത്രം. ഇങ്ങനെ യോഗ്യനായ ഒരു കർത്താവ് അല്ലേ? അതിനോട് ചേർത്ത് നമുക്ക് പ്രസംഗം അല്ല, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. രക്ഷിപ്പാൻ യോഗ്യനായവൻ, ശിക്ഷിപ്പാൻ യോഗ്യനായവൻ. സ്തോത്രം. അങ്ങനെ സകലത്തിനും യോഗ്യനായ ഒരു കുഞ്ഞാട്. ഈ 2 അധ്യായങ്ങൾ ആ ദൈവസ്തുതികളാൽ മുഖരിതമാണ്. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ഓക്കെ. ശരി. 4-ാം അധ്യായത്തിൽ ഇനിയും മറ്റെന്തെങ്കിലും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 5-ലേക്ക് വരാം. 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നതും യോഹന്നാൻ സ്വർഗത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുന്നതും സ്വർഗത്തിലെ ദർശനങ്ങൾ യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നതും കണ്ടു. അതിന്റെ ഭാഗമായിട്ട് യോഹന്നാൻ കാഹളത്തിനൊത്ത ശബ്ദം കേൾക്കുന്നു, സ്വർഗത്തിൽ തുറന്ന വാതിൽ കാണുന്നു. അതിലൂടെ സിംഹാസനസ്ഥനായ ദൈവത്തെ കാണുന്നു, ദൈവത്തിന്റെ സിംഹാസനം കാണുന്നു. നാല് ജീവികൾ, 24 മൂപ്പന്മാർ, അവർ ചെയ്യുന്ന ദൈവ സ്തുതിയുടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ വിശദമായ ചിത്രം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നാം 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടത്. ഏതെങ്കിലും വാക്യമോ വാക്കുകളോ 4-ാം അധ്യായത്തിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4ഉം 5ഉം നമ്മൾ കണ്ടല്ലോ. ഒരേപോലെ തന്നെയുള്ള സ്വർഗീയ
ഒരുക്കത്തിന്റെ അധ്യായങ്ങളാണ്. അതുകൊണ്ടത് തുടർമാനമായി തന്നെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഒരുപക്ഷെ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തതായിരിക്കാം. ഒരുപക്ഷെ ഞങ്ങളിപ്പോ ഇത്രയും ദിവസം ജോയിൻ ചെയ്യാത്തോണ്ട് ഒരു കാര്യം ഒന്ന് ചോദിക്കാമോ? ചോദിച്ചാട്ടെ, കേൾക്കട്ടെ എന്താണെന്ന്. ഈ 24 എൽഡേഴ്സ്, അപ്പൊ ഞാൻ വായിച്ചപ്പോഴ് ദി മെമ്പേഴ്സ് ഓഫ് ദ ഹെവൻലി സാൻഹൈഡ്രിൻ, സന്നദ്ധ സംഘത്തിന്റെ, അത് എനിക്ക് മനസ്സിലായില്ല. അത് എവിടുന്ന് വായിച്ചത്? അത് ചാപ്റ്റർ 4. അതെ, ആ സൻഹദ്രീൻ എന്ന് അത് നമ്മുടെ ആംപ്ലിഫൈഡ് വേർഷനകത്ത്. സൻഹദ്രീൻ സംഘം എന്ന് ഉള്ളത് ഇസ്രായേലിന്റെ ന്യായാധിപ സംഘമാ, അല്ലെങ്കിൽ അവരുടെ സുപ്രീം കോടതിയാണ്. ആ അർത്ഥത്തിൽ ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സൻഹദ്രീൻ എന്ന അർത്ഥത്തിൽ യഹൂദന്മാരുടെ സൻഹദ്രീൻ സംഘം എന്ന നിലയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കൂട്ടം എന്ന അർത്ഥമേ ഉള്ളൂ. അവർക്കവിടെ ന്യായവിധിയുടെ അധികാരങ്ങളോ ഒന്നും നൽകപ്പെടുന്നില്ല. ന്യായാധിപൻ ദൈവം തന്നെയാണ്. എന്നാൽ ന്യായവിധിയിൽ പ്രധാനപ്പെട്ട ന്യായാധിപന്റെ സഹായത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പം ഇവിടെ 24 മൂപ്പന്മാരെന്ന് പറയുന്നതിന് പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പഴയ പുതിയ നിയമങ്ങളുടെ പ്രതിനിധികൾ എന്ന് തന്നെയാണ്. 12 അത് വെളിപ്പാട് 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. പുതിയ യെരുശലേമിന്റെ അടിസ്ഥാനത്തിന്മേലും മതിലുകളിലും ആ തൂണുകളിലുമൊക്കെ 12 അപ്പോസ്തലന്മാരുടെയും 12 ഇസ്രായേലിയ ഗോത്രപിതാക്കന്മാരുടെയും പേരുകൾ കൊത്തിയിട്ടുണ്ട്. അതുമൊക്കെ അതിനോട് കൂടുതൽ സഹായകമായിട്ട് നിൽക്കുന്നു. ഏതായാലും 24 മൂപ്പന്മാർ വേദപഠിതാക്കൾക്കിടയിൽ ഏതെങ്കിലും ഒരാശയത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഏകീകരണ ലഭിച്ചിട്ടില്ല. കാരണം ബൈബിൾ അത് പറയുന്നില്ല ആരാണെന്ന്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു കാര്യത്തിൽ എല്ലാ വേദപഠിതാക്കളും അഭിപ്രായ സമന്വയം ഉള്ളവരാണ്. അതായത് അവർ ദൂതന്മാരല്ല, അവർ മനുഷ്യരാണ്. അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികളായിട്ടാണ് നിൽക്കുന്നത് എന്ന്. ഏതായാലും ഒരു മനുഷ്യരാ, ദൂതന്മാർ അല്ല. ഓക്കെ, മറ്റെന്തെങ്കിലും 4-ാം അധ്യായത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ കണ്ട ദൈവത്തെ അതേ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കാണുന്നുണ്ട്. അപ്പോൾ രംഗം അത് തന്നെ. 4-ാം അധ്യായത്തിലെ രംഗം തന്നെയാണ് 5-ാം അധ്യായത്തിലും. The same God of chapter 4 is enthroned in the same way in chapter 5 too. 5-ാം അധ്യായത്തിലും നമുക്ക് 4-ാം അധ്യായത്തിലെ അതേ സിംഹാസനസ്ഥനായ ദൈവത്തെ കാണാം. എന്നാൽ 4-ാം അധ്യായത്തേതിൽ നിന്നും കുറച്ചുകൂടെ വിശദീകരണം നമുക്ക് 5-ാം അധ്യായത്തിൽ ലഭിക്കുന്നുണ്ട്. അതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ഒന്നും ഉള്ളതായിട്ട് 4-ാം അധ്യായം പറയുന്നില്ല.
പക്ഷെ അതിൻ്റെ കുറെ കൂടെ അടുത്തു വന്ന് വെളിപ്പാട് തരികയാണ് 5-ാം അധ്യായത്തിൽ. അവൻ വെറുതെ ഇരിക്കുകയല്ല അവിടെ. തൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 2 പ്രത്യേകതകൾ. 1-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. സ്തോത്രം. സിംഹാസനസ്ഥനായ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം. അതിന് 2 വിശേഷതകൾ 1-ാം വാക്യത്തിലുണ്ട്. ഒന്ന്, അകത്തും പുറത്തും എഴുത്തുള്ളതാണ്. 2, 7 മുദ്രകൾ കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന പുസ്തകവുമാണ്. ഈ 7 മുദ്ര എന്ന് പറയുമ്പം നമ്മളെ നാട്ടിൽ നിന്ന് കപ്പയും കാച്ചിലും തേങ്ങായും ഒക്കെ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് വെച്ച് കയറുകൊണ്ട് കുരുക്കിട്ട് നെറ്റ് പോലെ കെട്ടിക്കൊണ്ട് വരുന്നത് പോലെ ഉള്ള ഒരു മുദ്രയിടിയിലല്ല ഇത് കേട്ടോ. അതായത് ഒരു പുസ്തകം, ആ പുസ്തകത്തെ എന്താണ് പറയുന്നത്, 7 മുദ്ര കൊണ്ടങ്ങ് മൊത്തം കൂടെ ഒന്നിങ്ങനെയും 2-ാമത്തെ മുദ്ര ഇവിടുന്ന് ഇങ്ങനെ ഒരു 7 എണ്ണം ഇട്ടിരിക്കുന്നതായിട്ട് ചിന്തിക്കരുത്. പിന്നെ കുറഞ്ഞ പക്ഷം നമുക്കതിനെ 6-ാം അധ്യായം മുതൽക്കുള്ള കാര്യങ്ങൾ വച്ച് 7 പേജുകൾ 7 പേജുകൾ. ആ 7 പേജുകളിലും എന്തുണ്ട്? അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ പേജ് എഴുതി മടക്കി അതിൻ്റെ മേൽ 7-ാമത്തെ മുദ്രയിട്ടു. ഒന്നാമത്തെ പേജ് എഴുതി 1-ാമത്തെ മുദ്രയിട്ടു, 7-ാമത്തെ മുദ്രയിട്ടു. എങ്കിലല്ലേ ഏറ്റവും ആദ്യം തുറക്കുമ്പോൾ 1-ാം മുദ്ര പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവർക്കും കിട്ടിയില്ല എന്നിട്ടും. ഓക്കെ. അപ്പൊ 7-ാമത്തെ പേജ് എഴുതി മടക്കി 1-ാം മുദ്ര 7-ാമത്തെ മുദ്രയിട്ടു. അങ്ങനെ ഓരോന്നായിട്ട് ഏറ്റവും പുറത്തുള്ളത് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആദ്യം നടക്കേണ്ട സംഗതികളാണ്. അതുകൊണ്ട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി 6 മുദ്ര പൊട്ടിക്കാതെ തന്നെ എഴുതിയത് എന്താണെന്ന് അറിയാനൊക്കാതെ തുറക്കാനൊക്കാതെ ഇരിക്കുക. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 1-ാമത്തെ കെട്ടഴിക്കുമ്പോൾ 1-ാമത്തെ കാര്യം മനസ്സിലാക്കത്തക്കതുപോലെ ആ ഒരു പേജ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ആ ഒരു ഷീറ്റ് പുറത്തെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു രേഖ നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. മനസ്സിലായല്ലോ? അപ്പൊ 2 പ്രത്യേകതകൾ ഈ പുസ്തകത്തിനുണ്ട്.
ഒന്ന്, അകത്തും പുറത്തും എഴുത്തുള്ളത്. 2, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതൊരു പ്രത്യേകത രണ്ടാമത്തെ വാക്യത്തിലുണ്ട്. വേഴ്സ് നമ്പർ 2. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. 3ഉം 4ഉം കൂടെ വായിച്ചു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞു. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും സ്തോത്രം. ഇവിടങ്ങളിൽ ഈ 3 വാക്യങ്ങളിലായി 2, 3, 4 വാക്യങ്ങളിലായി ഈ പുസ്തകത്തിന്റെ 4ാമത്തെ യോഗ്യത കാണും. എല്ലാവർക്കും കൈവെക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ലത്. അഥവാ ഈ പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും ചില യോഗ്യതകൾ കൂടിയേ തീരൂ. എല്ലാവർക്കും ഇത് വാങ്ങാനോ മുദ്ര തുറക്കാനോ പറ്റില്ല. അപ്പോൾ ചില പ്രത്യേക യോഗ്യതയും അധികാരവും ഉള്ളവർക്ക് മാത്രം കൈപ്പറ്റുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. ഈ 3 വിശേഷതകൾ നമുക്ക് ഈ പുസ്തകത്തിന് കാണാം. പൊതുവെ നാം ഈ പുസ്തകത്തെ വിളിക്കുന്നത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമെന്ന്. A 7-sealed book with particularly 3 peculiarities. One, it is written on both sides. Written on both sides. Second, it is sealed with 7 seals. And third, to receive it and open its seals, it's not possible for all, but only with certain qualifications. People or persons with certain qualities and qualifications can have it. സ്തോത്രം. ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ കയ്യിലാണ്. എന്നാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ട്, മൂന്നാമത്തെ പ്രത്യേകത പറഞ്ഞതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ, ആർക്കും ഇത് സ്വീകരിക്കാം. മൂന്നാമത്തെ യോഗ്യത നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും സ്വീകരിക്കാൻ ഒക്കത്തില്ലെന്നാണ്. ഒരല്പം ഒന്ന് മാറ്റി പറയുക, അർത്ഥത്തിന് വ്യത്യാസമില്ല. ആർക്കും സ്വീകരിക്കാം, പക്ഷേ സ്വീകരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ പുസ്തകം വാങ്ങാനും അതിന് മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി ആരെങ്കിലും ഉണ്ടോ എന്ന് ദൂതൻ മുഖാന്തരം ദൈവം ഒരു തുറന്ന വെല്ലുവിളിയും സാധ്യതയും ഒരുക്കുന്നു. There is an open challenge and opportunity for anyone, whether in heaven or on earth or beneath the earth. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരെങ്കിലും യോഗ്യനായിട്ടുണ്ടെങ്കിൽ പോരെ, നിങ്ങൾക്ക് വരാം, പുസ്തകം വാങ്ങാം, അതിന്റെ മുദ്ര പൊട്ടിക്കാം, അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെ ചെയ്യാം.
സ്തോത്രം. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമായി വെച്ചേക്കല്ല, ആർക്കും വരാം. പക്ഷേ ആരെങ്കിലും വന്നോ? ഇല്ല, ആരും വന്നില്ല. ആരും വരാഞ്ഞപ്പോൾ യോഹന്നാൻ കരഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് കണ്ടത്, ഇത് എല്ലാവർക്കും വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരു വെല്ലുവിളിയാണെങ്കിലും ആരും മുൻപോട്ട് വന്നില്ല. എവിടെയും ചാടിക്കേറി ദൈവത്തിന്റെ സിംഹാസനത്തിൽ പോലും അല്ല, അതിനും മുകളിൽ പോലും തന്റെ സിംഹാസനം വെക്കാൻ ആഗ്രഹിക്കുന്ന, വ്യഗ്രത കൊള്ളുന്ന ഇബിലീസിനെ ഇവിടെങ്ങും കണ്ടില്ല. അവനൊരു അവകാശവാദവുമായിട്ട് വന്നില്ല. പ്രധാന ദൂതനായ മീഖായേലിനെ കണ്ടില്ല. ദൂതുവാഹിയായ ഗബ്രിയേലിനെ കണ്ടില്ല. പിന്നെ റഫായേൽ എന്നും പറഞ്ഞൊരു മുഖ്യനുണ്ടെന്ന് പറയാറുണ്ട് ആൾക്കാര്, അദ്ദേഹത്തെയും കണ്ടില്ല. പിന്നെ നമ്മൾ മുമ്പ് കണ്ട 4 ജീവികളിലോ, മുമ്പ് കണ്ടിട്ടുള്ള സാറാഫുകളിലോ, കെരൂബുകളിലോ ആരുമില്ല. എന്നാൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനോ പ്രവാചക ശ്രേഷ്ഠന്മാരോ ദാവീദ് തുടങ്ങിയുള്ള രാജശ്രേഷ്ഠന്മാരോ ആരും വന്നില്ല. ഉലകത്തിൽ ഒത്തിരി പേരുണ്ടല്ലോ ഞാനാ ദൈവം എന്നും പറഞ്ഞിരിക്കുന്നവര്, എവിടെ പോയി? യേശുവിനേക്കാൾ വലിയ പ്രവാചകനെന്നും പറഞ്ഞിരിക്കുന്ന പുള്ളികൾ നരകത്തിൽ കിടന്നും എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ ഇടയില്ലാത്തതുപോലെ ദൈവം ഇവിടെ മനുഷ്യർക്കോ ദൂതന്മാർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ എല്ലാവർക്കും ഒരവസരം നൽകുക. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ. പക്ഷേ ഇവരാരും മുൻപോട്ട് വന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ തങ്ങൾ അയോഗ്യരാണെന്ന് സമ്മതിച്ചു. സ്തോത്രം. 2-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. യോഗ്യൻ ആരുള്ളൂ? ഈ അർത്ഥത്തിലാണ് പിന്നീട് ദൈവകുഞ്ഞാടിനെ യോഗ്യൻ യോഗ്യൻ എന്ന് ആർത്ത് പാടുന്നത്. കോറസ് അതുകൊണ്ടാണ് യോഗ്യൻ എന്ന് പാടുന്നത്. ഇവിടെ ചോദ്യം, യോഗ്യനാരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും മുൻപോട്ട് വന്നില്ലെന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ആർക്കും കഴിഞ്ഞില്ല എന്ന് കാണുന്നു. അതുകൊണ്ട് ആരും മുൻപോട്ട് വന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വന്നു കാണാം, പക്ഷെ അവർക്കാർക്കും ഈ പുസ്തകം വാങ്ങാനോ അതിന്റെ മുദ്ര പൊട്ടിക്കുവാനോ കഴിഞ്ഞില്ല. സ്തോത്രം. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, യോഗ്യനായി ആരെയും കണ്ടില്ല. 2-ാം വാക്യം യോഗ്യനാര്. 3-ാം വാക്യം ആർക്കും ഇത് വാങ്ങാനും മുദ്ര പൊട്ടിക്കുവാനും കഴിഞ്ഞില്ല. 4-ാം വാക്യം യോഗ്യനായി ആരെയും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം എന്ത്? ഇത് വാങ്ങാനുള്ള യോഗ്യത എന്ത്? എന്താണ് ഈ പുസ്തകം? എന്തായിരിക്കാം? പിന്നെ യോഗ്യത എന്ത്? ഇത് വാങ്ങാനും മുദ്ര പൊട്ടിക്കുവാനും എന്തായിരിക്കാം ഈ പുസ്തകം? Book of Life.
ബുക്ക് ഓഫ് ലൈഫ് ആണെങ്കിൽ, ജീവന്റെ പുസ്തകമാണെങ്കിൽ അത് മുദ്രയിട്ടതാണോ? കമോൺ, നിങ്ങൾ തന്നെ പറഞ്ഞു, ചിന്തിച്ചോ. എന്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ വരാനുള്ള ന്യായവിധിയെ പറ്റിയുള്ള വർണ്ണന. ഓക്കെ, ജീവപുസ്തകം അത് മുദ്രയിട്ടിട്ടില്ല. മുദ്രയിട്ടപ്പൻ എഴുതാനൊക്കത്തില്ലല്ലോ. ഒക്കത്തില്ല. അതുകൊണ്ട് ജീവപുസ്തകം അതുകൊണ്ട് മുദ്രയിട്ടിട്ടുള്ളതല്ല. പിന്നെ ലോകത്തിൽ വരുവാനുള്ള ന്യായവിധിയുടേതാണെന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. വേറെന്തെങ്കിലും? ആക്ച്വലി നമ്മുടെ പ്രവൃത്തികൾ എഴുതിയ പുസ്തകമാണോ? അതും മുദ്രയിടേണ്ട ആവശ്യമില്ലല്ലോ. എഴുതിയിട്ടില്ലേ? അതെ. ബൈബിൾ ആയിരിക്കുമോ? ബൈബിളും മുദ്രയിട്ടിട്ടില്ലല്ലോ. എപ്പോഴും തുറന്നു വെച്ചിരിക്കല്ലേ, ഓപ്പൺ ആണല്ലോ. അല്ല, ദാനിയേലിനോ പറഞ്ഞില്ലോ ഈ പുസ്തകം മുദ്ര ഇടുക. നേരം അവിടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആ മുദ്ര, അങ്ങനെ ഒരു പ്രയോഗം ദാനിയേലിനുണ്ടല്ലോ. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത് നീ മുദ്ര ഇടരുത്, 22:10. അപ്പോൾ പിന്നെ ബൈബിളിലെ പുസ്തകങ്ങളൊന്നും അല്ല. നമുക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി അതെല്ലാം മുദ്രയില്ലാതെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. The judgments that are to come on the earth, chapter 6 നാത്തുണ്ട്. ഓക്കെ, അതന്നെ നമ്മുടെ ബാബുവെങ്കിലും പറഞ്ഞത്. മനുഷ്യരുൾപ്പെടെ സകല സൃഷ്ടികളുടെയും പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ് വരെ കൊടുത്ത ആധാരം. ഓക്കെ, God's covenant with mankind. കവനൻ വിത്ത് മാൻകൈൻഡും ഈ അവസാന കാലം വരെ മുദ്രയിട്ടിരിക്കല്ലോ. കാലാകാലങ്ങളിൽ ആ കവനന്റ്, ആ ഉടമ്പടി മനുഷ്യരോടുള്ളത് ദൈവം നിവർത്തിച്ചു വരികയായിരുന്നു. അന്ത്യകാലത്തേക്കുള്ള സംഭവങ്ങളുടെ മുദ്ര. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടുപേര് പറഞ്ഞതുപോലെ ന്യായവിധിയെ കുറിച്ചുള്ളത്. ന്യായവിധി. ഓക്കെ, അതിപ്പോ മൂന്നാമത്തെ അഭിപ്രായം, മൂന്നാമത്തെ ആളാണ് സെയിം അഭിപ്രായം പറയുന്നത്. തന്നെയാണല്ലോ സോഫിയാസിസ്റ്റ് പറഞ്ഞ പോലെ കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്നും എല്ലാം പറഞ്ഞ ഓരോ മുദ്രകൾക്കും ഓരോ God's purposes. God's purposes. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും എന്തേ ഇതുവരെ നമുക്ക് വെളിപ്പെട്ടിട്ടില്ലേ? എല്ലാം വെളിപ്പെട്ടിട്ടില്ലല്ലോ. സ്തോത്രം. ഇന്ന് നമ്മുടെ സമയം തീരുന്നത് കൊണ്ട് ഈ ചോദ്യം ഇട്ടുകൊണ്ട് നമുക്കിന്ന് നിർത്താം. എല്ലാവരും കുറച്ചുകൂടെ ചിന്തിക്കുക. ഇങ്ങനെയുള്ള വല്ല പുസ്തകവും അകത്തും പുറത്തും എഴുത്തുള്ളതായിട്ടും മുദ്രയിട്ടതായിട്ടും മുദ്രയിട്ട് വെക്കുന്നതായിട്ടും ഒക്കെ ബൈബിളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുമോ? ഇതെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെയുള്ള എസെക്കിയേലിന് കൊടുത്ത ഇതുമായിട്ട് എസെക്കിയേലിന് ഇതുപോലെ മുദ്രയിട്ടതും വല്ലതും കൊടുത്തായിരുന്നോ? ഇല്ല. യോഹന്നാനും ഒക്കെ ചില ചുരുളുകൾ തിന്നാൻ കൊടുത്തിരുന്നു എന്നേ ഉള്ളൂ.
അത് കുഴപ്പമില്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് ഇനി ഒരു 24 hours ഉണ്ട്. ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് നാളെ തുടക്കം മുതൽ അവിടേക്ക് എത്താം. ഏതായാലും എന്തോ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നോക്കി വെച്ച മോളെ വിൽ കൺസിഡർ. ഇപ്പൊ നമുക്ക് തുടങ്ങിയാൽ എത്തത്തില്ല, അതുകൊണ്ട് തൊടാതെ വിടുക. സ്തോത്രം. എന്തായിരിക്കാം? എന്തോ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായതാകാം. യോഹന്നാൻ കരയാൻ എന്താ കാരണം? ഈ പുസ്തകം വാങ്ങാൻ ഒരാളില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതിന്റെ മുദ്ര പൊട്ടിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? ഈ പുസ്തകം വാങ്ങുകയോ അതിന്റെ മുദ്ര പൊട്ടിക്കുകയോ ചെയ്തില്ലെങ്കിൽ യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് എന്താണ് നഷ്ടം വരാൻ പോകുന്നത്? എന്താ യോഹന്നാനെ കരയിപ്പിച്ചത്? അപ്പോൾ ഇത് ഒരു സാധാരണ പുസ്തകമല്ല, എന്തോ ന്യായവിധി മാത്രം ഉള്ള സംഗതിയല്ല എങ്കിൽ യോഹന്നാന് കരയേണ്ടതില്ല. സ്തോത്രം. നമുക്കതിൻ്റെ വെളിപ്പാടിലേക്ക് നാളെ എത്താം, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളും ദൈവത്തിന്റെ ആളത്വവും നമ്മുടെയും മനസ്സിനെ മഥിക്കട്ടെ, നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും ആകർഷിക്കട്ടെ. അതിനായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.